ഗുഡ് ഈവനിങ് എവറി വൺ. വെൽക്കം ടു മാജിക് ഇംഗ്ലീഷ്. നമ്മുടെ ലൈവ് സെഷൻ്റെ ഇന്നത്തെ എഡിഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ സെഷൻസിൽ 1-2 സെഷൻസിലൊക്കെ പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു ഫോമാറ്റാണ് നമ്മൾ, അതേ ഒരു പ്രൊസീജിയറാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പോകുന്നത്. ഈസിയാണ്. കുറച്ച് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ്, 2 വേർബ്സ് കമ്പയർ ചെയ്തിട്ട് നമ്മളൊന്ന് പരിശീലിക്കും. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമ്മൾ 1-2 എപ്പിസോഡ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓപ്പൺ, ക്ലോസ്, അതുപോലെ റീഡ്, റൈറ്റ്. ഈ 4 വേർബ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ ലൈവ് സെഷൻ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഗോ, GO, ഗോ എന്ന് വെച്ചാൽ പോവുക, അതുപോലെ കം, വരിക. ഈ 2 വേർബ്സ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ പോവുക, അതുപോലെ പോകൂ എന്ന് പറയാനും നമ്മൾ ഗോ എന്ന് തന്നെയാണ് ഉപയോഗിക്കുക. പോവുക എന്നാണ് ആ ഒരു മെയിൻ വേർബിന്റെ അർത്ഥം വരുന്നത്. അതുപോലെ നമുക്ക് പോകൂ, ഒരാളുടെ അടുത്ത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ കം, വരിക എന്നാണ്. വരുക, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? ഓക്കെ, വരുക അല്ലെങ്കിൽ വരിക എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മൾ കം ഉപയോഗിക്കുന്നത്. വരൂ എന്ന് പറയാനും നമുക്ക് കം തന്നെ പറഞ്ഞാൽ മതി. അങ്ങനെ ഇനി ഒന്ന് പോകൂ, ഒന്ന് വരൂ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് ജസ്റ്റ് കം, ജസ്റ്റ് ഗോ അങ്ങനെയൊക്കെ പറയാം. ജസ്റ്റ് ഗോ ഒന്ന് പോകൂ എന്നാണ്. അതുപോലെ ജസ്റ്റ് കം, ഒന്ന് വരൂ എന്നാണ്. മെയിൻ സ്ട്രക്ചേഴ്സിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഞാനൊന്ന് ചോദിക്കാം, അറിയുമെങ്കിൽ റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. അറിയുന്നവര് റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. നീ പോകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കാം ചോദിക്കുന്നത്? നീ പോകാറുണ്ടോ? നിനക്ക് അങ്ങനെ ഒരു പോകുന്ന ശീലം ഉണ്ടോ? അങ്ങനെ ഒരു പതിവ് ഉണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നീ പോകാറുണ്ടോ? ഇസ് there anybody? എങ്ങനെയാണ്? Do you go? Do you go? Very good. Hands up അല്ലേ? Yes. ഓക്കെ, ഡു യു ഗോ? നീ പോകാറുണ്ടോ? അപ്പോ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ നീ വരാറുണ്ടോ എന്നുള്ളതിനും. അതെങ്ങനെയായിരിക്കും? Did you go? Did you? നീ പോകാറുണ്ടോ? ഡു യു ഗോ? നീ വരാറുണ്ടോ? Do you come? ഡു യു കം? അങ്ങനെ കമ്പയർ ചെയ്തിട്ട് പഠിച്ചു നോക്കുക. പരസ്പരം താരതമ്യം ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു നോക്കിയാൽ ഈസി ആയിട്ട് ഒരുപാട് പറയാൻ പറ്റും. അങ്ങനെ ഡു യു ഗോ, നീ പോകാറുണ്ടോ? ഡു യു കം, നീ വരാറുണ്ടോ? അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു വാചക ഘടന നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് പോയോ എന്നാണ്. നീ പോയോ? നീ പോയോ, അതായത് പാസ്റ്റ് ടെൻസിനെയാണ്. അത് ടെൻസ് ഒന്നും അറിയില്ലെങ്കിൽ സാറില് കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെയാണ് നമ്മളത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാ. നീ പോയോ? അതെങ്ങനെയായിരിക്കും? Did you go? വെരി ഗുഡ്. ഡിഡ് യു ഗോ? നീ പോയോ? ഡിഡ് യു ഗോ? അപ്പോ നീ വന്നോ എന്നാണെങ്കിലോ? നീ വന്നോ നമ്മൾ ചോദിക്കില്ലേ? Did you come? ഡിഡ് യു കം? നീ വന്നോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഡിഡ് യു ഗോ, നീ പോയോ? ഡിഡ് യു കം, നീ വന്നോ? കറക്റ്റ് ആണ്. ഇനി ഫ്യൂച്ചർ, അതായത് വരാനിരിക്കുന്നത്, കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ നടക്കുന്നതുമല്ല, വരാനിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എങ്ങനെയായിരിക്കും? അതായത് നീ വരുമോ? നീ വരുമോ? Will you come? വൺസ് അഗൈൻ. Will you come? യെസ്, വിൽ യു കം? നീ വരുമോ? വിൽ യു കം? അപ്പൊ നീ പോകുമോ എന്നാണെങ്കിലോ? Will you go? വിൽ യു ഗോ? സിമ്പിൾ അല്ലെ? അപ്പൊ നമ്മൾ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ആയിട്ടുണ്ട്. മെയിൻ ഏതൊക്കെയാണെന്നറിയോ? ഡു യു ഗോ, നീ പോയോ? സോറി, ഡു യു ഗോ, നീ പോകാറുണ്ടോ? അത് പ്രസന്റ് ടെൻസ് ആണ് ശരിക്കും. അതായത് ഇപ്പൊ നടക്കുന്നത് പോലെയുള്ള ഒരു കാര്യം എന്നതാണ്. എക്സാക്ട് അങ്ങനെയല്ല, അതൊരു പതിവാണ്, സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് നീ പള്ളിയിൽ പോവാറുണ്ടോ? സ്ഥിരമായിട്ട് നീ വായിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ. നീ എല്ലാ ദിവസവും പത്രം വായിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ഓരോരോ എല്ലാ ദിവസവും ഇത്ര മണിക്ക് എണീക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു വെച്ചിട്ട് ചോദിക്കാം. അതാണ് സംഭവം, ഡു യു. അങ്ങനെ. ഇനി ഡിഡ് യു എന്നാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞോ എന്നാണ് ഉദ്ദേശിച്ചത്. ഡിഡ് യു
വിൽ യു എന്നാണെങ്കിൽ നീ ചെയ്യുമോ, ഇത് ഫ്യൂച്ചറാ, വരാനിരിക്കുന്ന കാര്യമാണ്. അപ്പൊ മെയിൻ ടെൻസിന്റെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. നമുക്ക് പെർമിഷൻ എടുക്കണം അല്ലെ, അതായത് ക്ലാസ്സിലേക്ക് കയറട്ടെ, വരട്ടെ, പോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അത് എളുപ്പമാണ്. നിങ്ങൾ പറയാറുള്ളത് ചോദിക്കാറുള്ളതൊക്കെയാണ് ഞാൻ വരട്ടെ. എങ്ങനെയായിരിക്കാം? May I come in? ഇന്ന് വേണമെന്നില്ല. ഞാൻ ഞാൻ ഉള്ളിലേക്ക് വരട്ടെ എന്നൊക്കെ പറയുമ്പോഴാണ് ഇന്ന് നമ്മൾ ചേർത്തത്. ഞാൻ വരട്ടെ എന്ന് മാത്രമാണെങ്കിൽ May I come? May I come? ഐ കം. ആ യു മാറി ഐ ആയി. കാരണം എന്താ, യു എന്ന് പറഞ്ഞപ്പോ നീ ആയിരുന്നു, ഞാനിപ്പോ ഞാൻ എന്നാണ് ചോദിച്ചത്, അതുകൊണ്ട് യു മാറിയിട്ട് ഐ ആയിട്ടുണ്ട്. മേ ഐ കം, ഞാൻ വരട്ടെ. അപ്പൊ ഞാൻ പോകട്ടെ എന്നാണെങ്കിലോ? May I go? യാ, വെരി ഗുഡ്, വെരി ഗുഡ്. മേ ഐ ഗോ. അപ്പൊ ഞാൻ ഇന്നൊന്നും എടുക്കേണ്ട, എല്ലാം അറിയാം. മേ ഐ ഗോ, ഞാൻ പോകട്ടെ. മേ ഐ കം, ഞാൻ വരട്ടെ. ഇനി മേ ഐ എന്നുള്ളതിന് പകരം നമ്മൾക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട്, മേ ഐ സ്റ്റാൻഡേർഡ് അല്ലാതൊന്നും പറയുന്നില്ല, മേ ഐ വളരെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് രൂപമാണ് മേ ഐ. പെർമിഷൻ ചോദിക്കാനുള്ള, അനുവാദം ചോദിക്കാനുള്ള വളരെ പൊളൈറ്റ് ആയിട്ടുള്ള മര്യാദയോടുകൂടി നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ മേ ഐ വെച്ചിട്ട് ചോദിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നാൽ നമുക്ക് ഒരു കാര്യം കൂടെ പലതും ഉണ്ട്, അതേ ഒരു അർത്ഥം കിട്ടുന്ന രീതിക്ക് നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം. ഞാൻ പോകട്ടെ. മേ ഐ അല്ലാതെ വേറെന്താ? Let ഞാൻ go. പോകട്ടെ. ലെറ്റ് മീ ഗോ എന്നാണ്. അതായത് ആ ടി എഴുതും, പക്ഷെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ലെമ്മി എന്ന് പറഞ്ഞാൽ മതി. ലെമ്മി ഗോ, ഞാൻ പോകട്ടെ. അപ്പൊ ഞാൻ വരട്ടെ എന്നാണെങ്കിലോ? മേ ഐക്ക് പകരം Let me come. ലെമ്മി കം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പെർമിഷൻ എടുക്കാം. ഇനിയും ഉണ്ട് കേട്ടോ, ക്യാൻ വെച്ചിട്ട് ചോദിക്കാം, കുഡ് വെച്ചിട്ട് ചോദിക്കാം, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ തൽക്കാലം ഇത് രണ്ടും മതി. മേ ഐ ഗോ, ഞാൻ പോകട്ടെ. മേ ഐ കം, ഞാൻ വരട്ടെ. ലെമ്മി ഗോ, ഞാൻ പോകട്ടെ. ലെമ്മി കം, ഞാൻ വരട്ടെ. അതായി. ഇനി എന്താണ്, നമ്മളൊരു കാര്യം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, പിന്നെ പെർമിഷൻ എടുത്തു. നമുക്ക് ചെയ്യരുത് എന്ന് പറയണം. പോകരുത് എങ്ങനെയാ പറയാ? Don't go. ഡോണ്ട് ഗോ, പോകരുത്. വരരുത്, മേലാലികടിക്ക് വരരുത് നമ്മൾ പറയില്ലേ, വരരുത്. Don't come. വെരി ഗുഡ്. ഡോണ്ട് ഗോ, പോകരുത്. ഡോണ്ട് കം, വരരുത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നമുക്ക് പോകാം, ഇതെങ്ങനെയാ പറയാ? Let's go. Let's go. Very good. I appreciate your answer. Let's go. നമുക്ക് പോകാം. നമുക്ക് വരാം എന്നാണെങ്കിലോ? Let's come. Let's come. Let's go, നമുക്ക് പോകാം. Let's come, നമ്മൾക്ക് വരാം എന്നാണ്. ഇനി നമ്മൾക്ക് ഒരുമിച്ച് പോകാം എന്നാണെങ്കിൽ Let's go together. Let's go together. നമുക്ക് ഒരുമിച്ച് വരാം. Let's go നമുക്ക് ഒരുമിച്ച് വരാം. come together. Let's come together. അപ്പൊ ഇന്നത്തേതെല്ലാം കഴിഞ്ഞു. ഞാനിപ്പോ ഒന്ന് സ്പീഡിൽ കമ്പയർ ചെയ്ത് ചോദിക്കാം. പെട്ടെന്ന് പറയാൻ പറ്റുമോ നോക്കണേ. അൻസഫൻ പള്ളിയിലും പോകേണ്ടി വരും അല്ലെ, പെട്ടെന്ന് പിന്നെ റിലീസ് ചെയ്യണം. ഓക്കെ. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ ഇവിടെ റെഡിനെസ് ഉണ്ടോ? ഓക്കെ, അൻസഫിലേക്ക് തന്നെ വരാം. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതുപോലെ 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഇതേ സെന്റൻസ് സ്ട്രക്ചേഴ്സ് നിരന്തരം പറഞ്ഞു പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ഇതൊക്കെ എന്തായാലും എഴുതാനും കിട്ടും, പറയാനും കിട്ടും. പറഞ്ഞു നോക്കണം, പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നാൽ ഇത്രയും വാചകഘടന നമ്മൾ പോലും അറിയാണ്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്, ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഒരുപാടുണ്ട് കേട്ടോ, പക്ഷെ ഇത്രയെങ്കിലും ആയാൽ അടിപൊളിയായി. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഗോ, കം, 2 വെർബ്സ് എടുത്തിട്ടാണ് നമ്മളൊന്ന് കമ്പയർ സ്റ്റഡി നടത്തിയത്. കുറച്ച് സെന്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തു. ഞാൻ ഇങ്ങനെ മലയാളം പറയാം, അൻസഫ് ഒന്ന് സ്പീഡിൽ പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ശരിയാ, എല്ലാം കറക്റ്റാ. ആലോചന ഇല്ലാതെ സ്പീഡിലൊന്ന് പറയാൻ ശ്രമിക്കോ? ആർ യു റെഡി അൻസഫ്? യെസ്. ഓക്കെ, അപ്പോ പോകൂ, Go. വരൂ, Come. വരൂ. ഒരു കാര്യം കൂടെ ഞാൻ നേരത്തെ വിട്ടു പോയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചോദിക്കട്ടെ. നിനക്ക് പോകാൻ കഴിയുമോ?
Can you go? Can you go? നിനക്ക് വരാൻ കഴിയുമോ? Can you come? Can you come? സെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഗോ, പോകൂ അല്ലെ? കം, വരൂ. ഇനി നോക്കിക്കോളൂ. ഒന്ന് പോകൂന്നേ, ഒന്ന് പോവോ, ഒന്ന് പോയി തരുമോ അല്ലെ? ഒന്ന് പോകൂന്നേ, ഒന്ന് പോകൂ. എങ്ങനെ പറയാ? Just go. Just Just go. go. Just go. Just go. ഒന്ന് വരൂ, ഒന്ന് വരൂന്നേ. Just come. Just come. Very good, very good. Okay. ഇനി നീ പോകാറുണ്ടോ? Do you go? സ്പീഡിൽ പറയാം. ഓക്കെ, do you go? നീ വരാറുണ്ടോ? Do you come? Do you come? നീ പോയോ? Did you come? Go. Did you go? നീ വന്നോ? സ്പീഡില് Did you ആലോചിക്കണ്ട. come? Did you come? Very good, very good. നീ പോകുമോ? Will you come? Go. Will you go? Okay, okay. നീ വരുമോ? Will you come? Will you come? നിനക്ക് വരാൻ കഴിയുമോ? May I go? നിനക്ക് വരാൻ കഴിയുമോ? Can you go? Can you go? വരാൻ. Can you come? Can you come? നിനക്ക് പോകാൻ കഴിയുമോ? എന്ത്? നിനക്ക് പോകാൻ കഴിയുമോ? Can you go? Can you go? Okay. പെർമിഷൻ ആണേ. ഞാൻ വരട്ടെ. May I go? ഞാൻ വരട്ടെ, വരട്ടെ. Come. May I come? May I come? Okay. ഞാൻ വരട്ടെ. May I come? ഞാൻ പോകട്ടെ. May I go? May I go? ഇനി അതേ പെർമിഷൻ തന്നെ മേ ഐ അല്ലാതെ മറ്റൊന്ന് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ പറയാൻ നോക്കുക. മേ ഐ മാറ്റിയിട്ട് അടുത്ത Let സ്ട്രക്ചർ. me go. Let me go. ഞാൻ പോകട്ടെ. Let me go. സൈലന്റ് ആക്കിയിട്ട് പറയുകയാണെങ്കിൽ Let me go. let me go. ഞാൻ വരട്ടെ. Let me come. Let me come. Very good. പോകരുത്. Don't go. Don't go. വരരുത്. Don't come. Don't come. Very good. നമുക്ക് പോകാം. Let's go. Let's go. നമുക്ക് വരാം. Let's come. Let's come. നമുക്ക് ഒരുമിച്ച് പോകാം. Let's go together. Go together. നമുക്ക് ഒരുമിച്ച് വരാം. Let's come together. Let's come together. Very good. Very good. Exactly. Superb. Simply superb. You presented well. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അൻസഫ്? Okay, Ansaf. You can leave. ഇനി ഇത് റീക്യാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അൻസഫിന് അത് ക്ലിയർ ആണ്. നമ്മളിത് സ്കൂളിലും ചെയ്യാറുണ്ട് അസംബ്ലിയിൽ. അതുകൊണ്ട് അൻസഫിന് അത് പഠിച്ചിട്ടുണ്ട്, എഴുതി വെച്ചതുകൊണ്ടൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. ഓക്കെ, അടുത്ത വീക്കിൽ കണക്ട് ആവുക. നമുക്ക് മറ്റ് 2 വേർഡ്സ് വെച്ചിട്ട് ഇതേ സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഒന്ന്. യെസ് യെസ്. എന്താ പറഞ്ഞോളൂ. ഞങ്ങളെ ക്ലാസ് കേട്ടതൊന്നും വീട്ടിൽ ഗസ്റ്റ് വന്നീന് സിംഗപ്പൂരിലെ. അപ്പൊ അവന് നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. അതെ. ഒരു ചോദ്യത്തിനൊക്കെ മറുപടി പറയാനുണ്ട്. വെരി ഗുഡ് അൻസഫ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. കണക്ട് ആവുന്നതിൽ ഉപയോഗപ്പെടുന്നു അറിയുന്നതിൽ കേട്ടോ. അത് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടുകൂടാണ്. നിങ്ങളുടെയും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ട്. സംസാരിക്കാൻ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. മാഷാഅല്ലാ, അൽഹംദുലില്ലാ. ഉപയോഗപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. അവര് പറഞ്ഞു ചെയ്തു. ചെറിയ കുട്ടിയല്ലേ, പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് എന്തായാലും ജനുവരിയിൽ സ്കൂളില് ആ ഒരു യൂണിറ്റ് കൂടി ഇംഗ്ലീഷിൽ തീർക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പ്രാക്ടീസസ് തന്നെയാണ്. എങ്ങനെ? പൊതുപരീക്ഷ 24-25. എല്ലാം ഉഷാറായിട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചോ, എഴുതിട്ടോ, ദുആ ചെയ്യേ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, ലീവ് ചെയ്തോളൂ. ടീച്ചർക്ക് സുഖല്ലേ? ഓ, സുഖമായിട്ടിരിക്കണം. അപ്പൊ നമുക്ക് സ്കൂൾ തുറന്നിട്ട് കാണാം. ബൈ. Okay, bye. Is there anybody for responding? ആരെങ്കിലും കൂടെ റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. വേറെ കൂടുതലൊന്നുമില്ല. 2-3 സെഷൻസ് ആയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇതേ ഒരു സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണ് ഫോളോ ചെയ്ത് വരണത്. വേർബ്സ് മാത്രമേ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് തന്നെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടും. നിങ്ങളത് ഉപയോഗപ്പെടുത്തുക.
യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ യൂസ് ചെയ്യുക. കോമന്റ് ബോക്സിൽ ഏതൊക്കെ സെന്റൻസ് സ്ട്രക്ചേഴ്സ് ആണോ, ഏതൊക്കെ വേർബ്സ് ആണോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലൈവ് സെഷനിൽ, അത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് കോമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ മാക്സിമം സൂമിൽ ഇതുപോലെ കണക്ട് ആകുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക. പൻസഫ് റെസ്പോണ്ട് ചെയ്തതുപോലെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക. അപ്പോഴാണ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാനും പറ്റുന്നത്. കേട്ടോണ്ടിരുന്നാൽ കേൾക്കലേ ഉണ്ടാവുള്ളൂ. പറയാൻ തയ്യാറാവുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് വരുന്നത് കാണുമ്പോൾ എനിക്കും സന്തോഷം. ഓക്കെ, നിങ്ങൾക്കും കൂടെ ആ ഒരു സന്തോഷം അനുഭവിക്കാൻ പറ്റട്ടെ, യൂസ്ഫുൾ ആകട്ടെ. ആകുന്നു എന്ന് അറിയുന്നതിലും സന്തോഷം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് സൺഡേ ഇതേ സമയം വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഗുഡ് നൈറ്റ്.